Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ ആണ്. പനീർ ഗീ റോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, ചിക്കൻ ഗീ റോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മീറ്റിൻ്റെ എല്ലാം ഗീ റോസ്റ്റ് ചെയ്യാറുണ്ട്. വെജിറ്റേറിയനിൽ ആപ്പാടെ നമ്മൾ ഗീ റോസ്റ്റ് എന്ന് കേട്ടേക്കുന്നത് എന്നതാ, ഈ ഒരു മസാല ഗീ റോസ്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ദോശ ഗീ റോസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് കുറവല്ലേ കേട്ടേക്കുന്നത്. അതുകൊണ്ട് എന്നാന്നറിയോ, ഈ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നേച്ച് പെട്ടെന്ന് വെജിറ്റേറിയനൊക്കെ ആവുന്നവർക്കുണ്ടല്ലോ ഇതൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നും. കാര്യം അവർക്ക് ഉള്ളുകൊണ്ട് ചിലപ്പം ഒരു നോൺ വെജ് തിന്നാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എന്നാന്നോ അവർക്ക് തിന്നാനൊക്കെ അല്ല, മീൻ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹെൽത്ത് കൊണ്ടായിരിക്കാം, എന്തായാലും അവരത് വിട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടി അവർക്ക് എന്നാന്ന് വെച്ചാൽ ഉപ്പ്, എരിവ്, പുളി എല്ലാം ഇറച്ചിയെ കയറുന്ന അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ്, എരിവുള്ളതൊക്കെ എന്നതേലുമൊക്കെ തരാൻ പറയുക ഈ വെജിറ്റേറിയൻ ആവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാന്നറിയോ, ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇച്ചിരി നെയ്യ്, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വറ്റൽ മുളക്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് ഇച്ചിരി പെരുംജീരകം, കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് തൈര്, ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, കുറച്ച് പുളി, പിന്നെ ഇത് എന്നാന്ന് പറയുക വെള്ള ശർക്കരയാണ്, കുറച്ച് കസൂരി മേത്തി. പിന്നെ വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പനീർ. ഇതിനകത്ത് എളുപ്പവഴി പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ വറ്റൽ മുളക്, മല്ലി, കുരുമുളക്, പെരുംജീരകം, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് വറുത്ത് പൊടിക്കാൻ അറിയാൻ മേല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, വറ്റൽ മുളകിൻ്റെ മുളക് പൊടി എടുക്കുക, മല്ലിപ്പൊടി എടുക്കുക, കുരുമുളക് പൊടി എടുക്കുക, പെരുംജീരകം മാത്രം പൊടിച്ചെടുക്കാൻ. പെരുംജീരകത്തിൻ്റെ പൊടി കിട്ടും നമ്മൾ ഈ ബാക്കി ഉള്ളിയൊക്കെ വഴറ്റുകയല്ലേ, ആ നേരത്ത് ഈ പൊടിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അതല്ല ഇപ്പം നമുക്ക് അത് ഒക്കാത്തതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ്, ഒത്തിരി ഒഴിക്കേണ്ട. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതൊന്ന് കുതിർന്നു പോകും. ഇതൊരു എണ്ണമയത്തിന് വേണ്ടി മാത്രമാണ്. ഇതിനകത്തോട്ട് നമ്മുടെ എരിവ് അനുസരിച്ച് വറ്റൽ മുളക്, ഇത് കാശ്മീരി അല്ല സാധാ മുളകാന്നു. പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലി എന്ന് പറയുമ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണോളം ഇട്ടേച്ചാൽ മതിയേ. മല്ലി ഒരുപാട് ഇടുക എന്നേൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, അത് വേണ്ട. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക്, അത് 1 ടീസ്പൂൺ ഇട്ടുള്ളൂ. പിന്നെ ഒരു 1/4 പെരുംജീരകം, ടീസ്പൂൺ കണക്കാണ്. ജീരകപ്പൊടി അതിൻ്റെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പം ജീരകം ഇടണ്ട, പൊടി ഇടണ്ട. അത് കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞ് നമ്മൾ പൊടിക്കുകയല്ലേ, ആ നേരം ഇച്ചിരി ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ഒരു ചെറിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അന്നേരം ഒത്തിരി സാധനങ്ങൾ മസാല ഇടാൻ ഒക്കുകയല്ല. അപ്പോൾ ഇങ്ങനെ ഇടാൻ ഒക്കാത്തപ്പോൾ നമ്മൾ പൊടി ചേർക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ ഇച്ചിരി പോകുന്ന മസാല പൊടിക്കാനായിട്ട് നമ്മുടെ മിക്സിയിൽ അത്രയും പൊടിഞ്ഞു വരികയില്ല. അന്നേരം എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്തേച്ച് നല്ലോണം അങ്ങോട്ട് പൊടിച്ചേച്ചാൽ മതിയേ. ആ വറ്റൽമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും മല്ലിയുടെയും ഒക്കെ നല്ല എന്താ പറയുക, നെയ്യ് കിടന്നൊന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്. അത് മാത്രമല്ല നമ്മുടെ വറ്റൽമുളകില്ലേ, അത് നല്ലോണം ഒന്ന് ഒരു സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് മൊരിയും, അതാ അതിൻ്റെ പരുവം. ഈ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടാം. ജീരകപ്പൊടി ഇല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാൻ നേരം ഒരു നുള്ളു ജീരകം ഇട്ടേച്ചാലും മതി. ഒരു 1/4 ടീസ്പൂണോളം ജീരകം മതിയേ. നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്നോ, അന്നേരം ജീരകമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. പക്ഷെ നമുക്കത് ഒത്തിരി അങ്ങോട്ട് പിടിക്കുകയില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. അതല്ല ജീരകം ഒരുപാട് ഇഷ്ടമുള്ളവരാന്നേൽ നമുക്ക് ഇടാന്നേ ഉള്ളേ.
എന്നാ നമ്മൾ ഈ കടുകൊക്കെ ഒരുപാട് ഉപയോഗിച്ച് നമ്മൾ അതിലങ്ങ് ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒത്തിരി ജീരകം ഇടുകയില്ല, ഒച്ചിരി ഇടത്തുള്ളൂ. അതല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് ആന്നേൽ ഒരിച്ചിരി കൂടുതലിട്ടോ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത്രയും പോകുന്ന മസാല ഇതിനകത്തുള്ളൂ. ഇത് അധികം പൊടിയേല എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മഷി പോലെ വേണം. അപ്പോൾ എന്നാ ചെയ്യണം, ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞേച്ച് ഒരു സ്പൂണ് ഉള്ളിയും കൂടി ഇട്ടേച്ച് നല്ലോണം അരച്ചാൽ മതി. ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ അങ്ങ് ഇടുകയെന്ന് വിചാരിക്കല്ലേ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് അരയാനായിട്ട് ഒരു ഇച്ചിരി ആ സ്പൂണേലൊന്നും കൊള്ളുന്നില്ല. അന്നേരം അത് അരയാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മളൊന്ന് ഇതിനകത്ത് ഒഴിക്കണേ. ഉള്ളി ചേർക്കണം. എന്നാന്നറിയോ, ഇത്ര നേരം ഇതിനിട്ടുള്ള പരിശ്രമമായിരുന്നു. ഞാൻ പറഞ്ഞേ മഷി പോലെ അരയണമെന്നൊക്കെ പറഞ്ഞു. അവസാനം അരച്ചെടുത്തില്ലേ നിങ്ങൾ എന്നെ വഴക്ക് പറയുമല്ലേ എന്ന് പറഞ്ഞാൽ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ഗ്രേവി ആക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ, നമ്മുടെ ഈ പനീറില്ലേ, പനീർ ഇച്ചിരി തൈരിൽ നാരങ്ങാനീര് മഞ്ഞൾപ്പൊടി ഇതൊന്ന് പെരട്ടി കുറച്ച് നേരം വെക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അതായത് ആ പനീറയിലെല്ലാം ഒന്ന് പിടിക്കും. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് ഒരു ഷാലോ ഫ്രൈയും കൂടെ ചെയ്തെടുക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതല്ല നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെയ്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്യാതെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന രീതിയിൽ ചെയ്താൽ മതി. അതേ പാൻ തന്നെ ഉപയോഗിക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതൊരിച്ചിരി നല്ലതായിട്ട് വാടണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുവാന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊരു നിറച്ച് ഒരു സ്പൂൺ ചേർത്തേച്ചാൽ മതി. കാര്യം പനീറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒത്തിരി ഒന്നും പിടിക്കുകയില്ല. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മസാലയില്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കണം. തീ കുറച്ചു കേട്ടോ. ഒന്നാമതേ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാലയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ ടേബിൾ സ്പൂണിന് തൈര്, ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി നാരങ്ങാനീര് മതി. തൈര് ചേർക്കുന്നതുകൊണ്ടാണ്. അതല്ല ഒരു വലിയ സ്പൂൺ ചേർക്കുവാന്നേൽ തൈരിൻ്റെ പുളി നോക്കി വെച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേർക്കാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ചേർത്തിരിക്കുന്ന തൈര് ശരിക്കും ഇതിനകത്ത് ചേർക്കുമ്പോൾ പിരിഞ്ഞേച്ച് അത് ഈ ഗ്രേവി ആയിട്ട് നല്ലോണം ഒന്ന് ചേരണം. അതായത് ഇങ്ങനെ പിരിഞ്ഞ് കഴിയുമ്പം പാല് പിരിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പിരിവിരായിട്ട് കിടക്കുവേ, അതെല്ലാം ഈ ഗ്രേവിയിലോട്ട് നല്ലതായിട്ട് ചേർന്ന് നമ്മൾ ആ തൈര് ചേർത്ത കൂട്ട് തന്നെ ആവുകയേ ചെയ്യല്ലേ. ഇത് നല്ലതായിട്ട് അങ്ങ് ആ ഗ്രേവി ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പനീർ ഇതിനകത്തോട്ട് ഇടണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇച്ചിരി പുളിയും ആദ്യം ഒരു ഇച്ചിരി ശർക്കര ഇട്ടോട്ടെ. കുറച്ച് സ്വീറ്റ്നെസ്, അതല്ല വെള്ള ശർക്കര ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടേച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പുളി ചേർത്താൽ മതി. നാരങ്ങാനീരും തൈരും നമ്മൾ ചേർക്കുക. ഇത് രണ്ടും ചേർത്തേച്ച് അതല്ല ഇനി പുളി ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, നമ്മളൊരു ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി. അതും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കെച്ചപ്പ് ചേർത്തേച്ചാൽ മതി. ഇനി ഇത് കംപ്ലീറ്റ് നമ്മുടെ പനീറെ പിടിക്കണം. അപ്പോൾ എന്നാ ചെയ്യണ്ടേ, ഒരു ഇച്ചിരി കസൂരി മേത്തി ഇതിനകത്തോട്ട് ചേർക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കസൂരി മേത്തി ചേർക്കണേ, എന്നാലേ അതിൻ്റെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ധാരാളം മല്ലിയില ചേർക്കാം. പിന്നെ ഞാൻ എന്നാ ചെയ്തതെന്നറിയോ, ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇറച്ചി മീൻ അങ്ങനെയൊക്കെ പോവും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, കുറച്ച് 1-2 കറിവേപ്പില മാത്രമേ ഇടുള്ളൂ. ഇത് അല്ലെങ്കിൽ മല്ലിയില ഇട്ടേച്ചാൽ മതി. ഇത് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ മാറും. നോർത്ത് ഇന്ത്യൻ അല്ലാതെ ആവും. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, എനിക്ക് ആ കറിവേപ്പില അതിലോട്ടൊക്കെ വീണ് കഴിയുമ്പോൾ എന്നാ ഒരു സമാധാനം വന്നറിയാം.
ഇതിന് ഒരുപാട് കറിവേപ്പില ഇടാറില്ല, അതുകൊണ്ടാണ് ഞാനൊരു 3-4 എണ്ണം ഇട്ടത്. അതിനെന്തിനാണെന്ന് അറിയാം, എൻ്റെ ഒരു സമാധാനത്തിനാണേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം, 1 സ്പൂൺ, 1 തവിക്ക് വെള്ളം ഒഴിച്ചേക്കുക. അതായത് ഈ നമ്മൾ ചേർത്തേക്കുന്ന മസാലകളെല്ലാം ആ പൊടി, തൈര്, ഉപ്പ്, പുളി, ശർക്കര ഇതെല്ലാം നമ്മുടെ പനീറിനകത്തോട്ട് പിടിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഗ്രേവിക്കും ആ ഒരു ടേസ്റ്റ് വരണ്ടേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്മേ വെച്ചേച്ച് ഒരു 5 മിനിറ്റ്സ് അടച്ചിടുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം.